respect, and treat everyone. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ ചാർട്ടുകളൊക്കെ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഓരോന്നും ചെയ്യുന്നതാണ്. ഇത് ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമാണ്. ലോകത്തിലെ ജനസംഖ്യ നിങ്ങൾക്ക് അറിയാം, ഒരു രാജ്യത്ത് താമസിക്കുന്ന ആൾക്കാരുടെ എണ്ണത്തെയാണ് ആ രാജ്യത്തിന്റെ ജനസംഖ്യ എന്ന് പറയുന്നത്. അതിന്റെ കണക്കെടുപ്പിനെയാണ്, അതായത് അതിനകത്ത് പുരുഷനെത്ര സ്ത്രീ എത്ര അങ്ങനെ നമ്മൾ തരംതിരിച്ച് കണക്കെടുക്കുന്നതിനെയാണ് സെൻസസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇത് നമ്മുടെ നമുക്ക് പ്രത്യാഘാതം ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു ആലോചനയും കൂടി അത് നിങ്ങൾ അനലൈസ് ചെയ്യാൻ കൂടെ വേണ്ടിയിട്ട് HM ടീച്ചറെ ക്ഷണിക്കുന്നു. ലോക ജനസംഖ്യ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഒട്ടേറെ വിപത്തും പുറകിലുണ്ടാവും. ഒരു ഏരിയ അതിന് ആനുപാതികമായ ജനസംഖ്യ എന്നാൽ മാത്രമേ അവിടെ ഒരു സുസ്ഥിര വികസനം സാധ്യമാവൂ. ഏരിയ കുറവും ജനസംഖ്യ വർദ്ധിക്കുകയും ചെയ്താൽ അവിടെ ദാരിദ്ര്യം ഉണ്ടാകാം, ഒട്ടനവധി പ്രതികൂല പരിസ്ഥിതികൾ ഉണ്ടാകാം, പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണം ഉണ്ടാകാം, അപര്യാപ്തത ഉണ്ടാകാം. ഇതെല്ലാം സംഭവ്യമാണ്. നിങ്ങൾ നേരത്തെ നമ്മൾ ലോക ജനസംഖ്യയിൽ 1-ാം സ്ഥാനത്ത് എത്തി എന്ന് പറഞ്ഞപ്പോൾ കൈയടിച്ചു. അതിന് വേറൊരു നെഗറ്റീവ് വേർഷനാണുള്ളത്. ഒട്ടനവധി പ്രശ്നങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. നമ്മളെല്ലാം ജാഗരൂകരായിരിക്കേണ്ട, ഭയാശങ്കകളോടെ നോക്കിക്കാണേണ്ട ഒരു ഭാവിയെ കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഇന്നത്തെ ദിനം. ലോക ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിത നിലവാരത്തിന് വലിയ വ്യത്യാസം വരുത്തേണ്ടിയിരിക്കുന്നു. നമ്മളെയെല്ലാം ഉൾക്കൊള്ളാനുള്ള ശേഷി, വിഭവശേഷി നമ്മുടെ രാജ്യത്തിനുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്റെ പേര് ഗ്രീഷ്മ. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. 1987 ജൂലൈ 11 നമ്മുടെ ലോകത്തിന്റെ ജനസംഖ്യ 500 കോടി തിരിയുന്നത്. അതിനെ തുടർന്നുകൊണ്ട് തന്നെ 1989 ജൂലൈ 11 മുതൽ ഈ ദിവസം ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കാൻ തുടങ്ങി. ജനസംഖ്യാ വർധനവ് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് മനുഷ്യന് പറഞ്ഞുകൊണ്ട് ബോധവൽക്കരണപ്പെടുത്താനാണ് ഈ ദിവസം നമ്മൾ ആചരിക്കുന്നത്. ഇനി എന്തായിരിക്കാം ജനസംഖ്യാ വർധനവ് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ? ഒരു രാജ്യത്തിന്റെ തന്നെ ദരിദ്രാവസ്ഥയും പട്ടിണിയും കൂടുന്നു. കൂടുതൽ വനനശീകരണം, അത് മലിനീകരണം കൂട്ടുന്നു. അങ്ങനെ മലിനീകരണത്തെ ബാധിക്കുകയാണെങ്കിൽ അത് പരിസ്ഥിതിയെയും പ്രകൃതിയെയും ബാധിക്കുന്നു. പരിസ്ഥിതിയെ ബാധിച്ചാൽ അത് മനുഷ്യനെ. ഈ വർഷത്തെ പോപ്പുലേഷൻ ഡേയുടെ മെസ്സേജ് എന്ന് പറയുന്നത് ടു ലീവ് നോ വൺ ബിഹൈൻഡ്, കൗണ്ട് എവരിവൺ. ടു ലീവ് നോ വൺ ബിഹൈൻഡ്, കൗണ്ട് എവരിവൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെയും പിന്നിലാക്കാതിരിക്കാൻ എല്ലാവരെയും പരിഗണിക്കുക. അതായത് രാജ്യങ്ങളുടെ സെൻസസിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് യോജിന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു തീയതി തവണ അവതരിപ്പിച്ചത്. നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തെ സെൻസസ് 2021 നടക്കുന്ന സെൻസസ് ഇതുവരെയും നടന്നില്ല. 2011 ഔദ്യോഗികമായി കണക്കുള്ളത്. ബാക്കി ഈ പറഞ്ഞ ജനഗണന രജിസ്ട്രേഷൻ കണക്ക് വെച്ച് അപ്ഡേറ്റ് ചെയ്ത ജനസംഖ്യ കണക്കാണ് ഇപ്പോൾ ഉള്ളത്. ഈ ലോക ജനസംഖ്യയിൽ അല്ലെങ്കിൽ ലോക ജനസംഖ്യ 1-ാം സ്ഥാനം കിട്ടി എന്നുള്ളത് കയ്യിലെത്തിയ ഒരു കാര്യമാണോ? അല്ല. जब मैं आजाद हुआ तब 36 कोटि जनता थी, उपजाऊ भूमि थी, जल था भरपूर, मेरी क्षमता थी। अब 1.5 अरब के लगभग जनसंख्या पहुंच रही है, निर्वाह करूं मैं कैसे, मेरी सामर्थ्य नहीं है। इस बढ़ती आबादी का देखो क्या असर पड़ा है, बेरोजगारी, महंगाई, हिंसा, अपराध बढ़ा है। बढ़ गई जरूरत सबकी, बढ़ गई है चादर छोटी, कैसे मैं काम दूं सबको, कैसे दूं सभी को रोटी।